ഹിപ്പോപ്പൊട്ടാമസിനെ അറിയില്ലേ? എന്നാൽ കൊക്കൈൻ ഹിപ്പോകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കൊക്കൈനോ എന്ന് ചിന്തിക്കേണ്ട, അങ്ങനെ ഒരു ലഹരി കേസുമായി ബന്ധപ്പെട്ട് കുപ്രസിദ്ധി ആർജിച്ച ഹിപ്പോകളാണിവർ. ഹിപ്പോപ്പൊട്ടാമസ് എന്ത് ലഹരിക്കടത്ത് നടത്താനാ എന്ന് ആലോചിക്കുന്നവർ ഒന്ന് കേട്ടോളൂ, ഒരു രാജ്യത്തിന് തന്നെ ഭീഷണിയായ ജീവിയാണ് ഇവന്മാർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കൊക്കൈൻ ഹിപ്പോകളെ കുറിച്ചാണ്. എങ്ങനെ ഇവന്മാർ ഒരു രാജ്യത്തിന് തന്നെ ഭീഷണിയായി മാറി, എങ്ങനെ കുപ്രസിദ്ധി ആർജിച്ച മൃഗമായി ഇവന്മാർ മാറി എന്നതിനൊക്കെയുള്ള ഉത്തരം കിട്ടാൻ വീഡിയോ മുഴുവൻ കണ്ടാൽ മതി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം: ജന്തുലോകത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച ജീവി ഏതാണ്? ഏതായാലും കമന്റ് ചെയ്യൂ. കൂടുതൽ പേര് വരുന്നത് ഏത് ബിരുദൻ്റെതാണെന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. മൃഗങ്ങളുടെ സംരക്ഷണത്തിനൊപ്പം തന്നെ ഒരു പ്രകൃതി മേഖലയിലേക്ക് ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു മേഖലയിൽ നിന്ന് വ്യത്യസ്തരായ മറ്റു മൃഗങ്ങൾ കടന്നെത്തി പാരിസ്ഥിതികമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിന്റെ ചർച്ചകൾ ലോകത്ത് സജീവമാണ്. ഇൻവേസീവ് സ്പീഷീസ് എന്നാണ് ഈ അധിനിവേശ ജീവികൾ പൊതുവെ അറിയപ്പെടുന്നത്. അത്തരത്തിൽ തെക്കൻ അമേരിക്കൻ വൻകരയിലെ രാജ്യമായ കൊളംബിയയ്ക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട്. ദാരിദ്ര്യം മുതൽ ലഹരിക്കടത്ത് സംഘങ്ങൾ വരെ ഇക്കൂട്ടത്തിൽപ്പെടും. എന്നാൽ മറ്റൊരു വ്യത്യസ്ത പ്രശ്നവും രാജ്യത്തെ കുറച്ചു കാലമായി വേട്ടയാടുന്നുണ്ട്. ഹിപ്പോകളുടെ രൂപത്തിലാണ് ഈ പ്രശ്നം. കൊളംബിയയിലെ പ്രധാന നദിയായ മഗ്ദലേനയുടെ കരയിൽ റോന്തു ചുറ്റുന്ന 100-ലധികം ഹിപ്പോകളാണ് ഈ പ്രശ്നക്കാർ. അടുത്തിടെ ജൂണിൽ ഈ ഹിപ്പോകളിൽ 60 എണ്ണത്തിനെ ഇന്ത്യയിലേക്കും 10 എണ്ണത്തിനെ മെക്സിക്കോയിലേക്കും അയക്കാൻ പദ്ധതിയുണ്ടെന്ന് കൊളംബിയൻ അധികൃതർ പറഞ്ഞിരുന്നു. പാബ്ലോ എസ്കോബാർ വഴി 1980-കളിലാണ് അനധികൃതമായി പാബ്ലോ ഹിപ്പോപ്പൊട്ടാമസുകളെ കൊളംബിയയിലേക്ക് എത്തിക്കുന്നത്. 1993-ൽ പാബ്ലോ എസ്കോബാറിന്റെ മരണശേഷം ഇവയെ മാറ്റി പാർപ്പിച്ചിരുന്നില്ല. ശരിയായി പറഞ്ഞാൽ ഈ ഹിപ്പോകളുടെ തുടക്കം കുപ്രസിദ്ധ ലഹരിക്കടത്ത് മാഫിയ തലവൻ പാബ്ലോ എസ്കോബാറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കൊളംബിയയിലെ മെഡലിൻ കാർട്ടൽ എന്ന ലഹരിക്കടത്ത് സംഘത്തിന്റെ അധിപനായ പാബ്ലോ എസ്കോബാർ കൊക്കൈന്റെ രാജാവ് എന്നാണ് അറിയപ്പെട്ടത്. അനധികൃത ലഹരി മരുന്ന് ബിസിനസ്സിലൂടെ $3000 കോടി സമ്പാദിച്ച എസ്കോബാർ ലോക ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നനായ ക്രിമിനലുമായിരുന്നു. യുഎസിലേക്ക് ആദ്യമായി ലഹരി മരുന്ന് കടത്ത് വ്യാപകമായി തുടങ്ങിയ എസ്കോബാർ താമസിയാതെ അമേരിക്കൻ ലഹരി വിരുദ്ധ സേനയായ DEAയുടെയും അമേരിക്കൻ സർക്കാരിന്റെയും നോട്ടപ്പുള്ളിയായി മാറി. എന്നാൽ 1993-ൽ മെഡലിൻ നഗരത്തിൽ വെച്ച് കൊളംബിയൻ പോലീസിന്റെ ദൗത്യത്തിൽ എസ്കോബാർ കൊല്ലപ്പെട്ടു. മെഡലിനിൽ എസ്കോബാർ ഹാസിയൻഡ നാപ്പോളിസ് എന്ന പേരായ ഒരു വലിയ ഗൃഹവും അതിനു ചുറ്റും ഒരു എസ്റ്റേറ്റും അയാൾക്കുണ്ടായിരുന്നു. ഈ എസ്റ്റേറ്റിൽ ആനകൾ, ജിറാഫുകൾ, വിവിധയിനം അപൂർവ പക്ഷികൾ എന്നിവയടങ്ങിയ ഒരു മൃഗശാലയും ഉണ്ടായിരുന്നു. ഈ മൃഗശാലയിലേക്ക് ആഫ്രിക്കയിൽ നിന്ന് 70-കളിൽ എസ്കോബാർ 4 ഹിപ്പോപ്പൊട്ടാമസുകളെ അനധികൃതമായി എത്തിച്ചു. കുപ്രസിദ്ധി ആർജിച്ച പാബ്ലോയുടെ ഈ ഹിപ്പോകൾ കൊക്കൈൻ ഹിപ്പോ എന്ന പേരിൽ അവിടമൊട്ടാകെ പ്രസിദ്ധി നേടി. പ്രശസ്തിയുടെ വെറുമൊരു തുടക്കം മാത്രമായിരുന്നു അത്. എസ്കോബാറിന്റെ മരണശേഷം ഹാസിയൻഡ നാപ്പോളിസ് പിടിച്ചടക്കിയ കൊളംബിയൻ സർക്കാർ മറ്റു മൃഗങ്ങളെ മാറ്റിയെങ്കിലും ഹിപ്പോകളെ എസ്റ്റേറ്റിൽ തന്നെ വിട്ടു. അതൊരു ഒന്നൊന്നര അമളിയായി പോയി. കാരണം ഇവ താമസിയാതെ പെറ്റുപെരുകാൻ തുടങ്ങി. ഭക്ഷണം ആവശ്യത്തിനുള്ളതിനാലും ആഫ്രിക്കയിലുള്ളതുപോലെ സ്വാഭാവിക വേട്ടക്കാർ ഇല്ലാത്തതിനാലും ഇവയ്ക്ക് യാതൊരു പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്നില്ല. താമസിയാതെ എസ്കോബാറിന്റെ എസ്റ്റേറ്റ് വിട്ട് മഗ്ദലേന നദിക്കരയിലേക്ക് ഇവ താമസവും മാറ്റി. നിലവിൽ ഈ സംഘത്തിൽ 100-ലധികം ഹിപ്പോകൾ അവിടെയുണ്ട്. മഗ്ദലേന നദിയിലെ തദ്ദേശീയരായ നീർനായകൾക്കും കടൽ പശുക്കൾക്കും ആമകൾക്കുമൊക്കെ ഇവ വലിയ ഭീഷണിയാണെന്ന് കൊളംബിയൻ ജന്തുശാസ്ത്രജ്ഞർ പറയുന്നു. 10 വർഷത്തിനിടെ ഇവയുടെ എണ്ണം 2 മടങ്ങാകുമെന്നും അഭ്യൂഹമുണ്ട്. നിലവിൽ 2250 ചതുരശ്ര കിലോമീറ്ററോളം വിസ്തീർണമുള്ള മേഖലയിൽ ഇവ വ്യാപിച്ചിട്ടുണ്ട്. ഹിപ്പോകൾ പുറന്തള്ളുന്ന ജൈവരാസവസ്തുക്കൾ മഗ്ദലേന നദിയിൽ വൻ പായൽ വളർച്ചയ്ക്ക് കാരണമാകുന്നുമുണ്ട്. ഇതും നദിയിലെ മറ്റു ജീവികളെ കൊന്നൊടുക്കാൻ കാരണമാകുന്നു. വർഷങ്ങളായി കൊളംബിയൻ സർക്കാർ ഈ ഹിപ്പോകളെ ഒതുക്കാൻ നോക്കുന്നുണ്ട്. 2009-ൽ ഒരു ഹിപ്പോപ്പൊട്ടാമസിനെ തദ്ദേശ സർക്കാരിന്റെ അനുമതിയോടെ വേട്ടക്കാർ കൊന്നു. എന്നാൽ അത് അമേരിക്കൻ വൻകരയിലെ മൃഗസ്നേഹികൾക്കിടയിൽ വ്യാപക പ്രതിഷേധത്തിനിടയാക്കി. തുടർന്ന് വന്ധ്യംകരണം നടത്താനും കൊളംബിയ പദ്ധതിയിട്ടു. എന്നാൽ ഒരു ഹിപ്പോയെ വന്ധ്യംകരിക്കാൻ 35 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നതിനാൽ ഇതും മന്ദഗതിയിലായി. എന്നാൽ ഹിപ്പോകൾ കൊളംബിയ വീടാക്കിയിരിക്കുകയാണെന്നും ഇവയെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യരുതെന്നും രാജ്യാന്തര മൃഗസ്നേഹികൾ വാദിക്കുന്നുണ്ട്. ജന്തുശാസ്ത്രജ്ഞർ വളരെ സൂക്ഷ്മമായി ഈ ഹിപ്പോകളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു മേഖലയിലേക്ക് പറിച്ചു നടപ്പെടുന്ന അധിനിവേശ ജീവികൾ അവിടുത്തെ തദ്ദേശീയ ജീവിവർഗങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കാനുള്ള മികച്ച അവസരമാണ് കൊളംബിയൻ ഹിപ്പോകൾ നൽകുന്നതെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ കൊക്കൈൻ ഹിപ്പോകളെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.